ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. സർവമായ ബോക്സ് ഓഫീസ് അടിച്ചു തൂക്കിയിരിക്കുന്നുവെന്ന് തന്നെ പറയാം. സിനിമയുടെ 2 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 20 കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു. ഇന്നലെ ട്രാക്കേഴ്സ് പറഞ്ഞു 18 അല്ലെങ്കിൽ 19 കോടി എത്തുമെന്നാണെങ്കിൽ 20 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യ ദിനം 8 കോടി 30 ലക്ഷം രൂപ നേടിയ ചിത്രം രണ്ടാം ദിനം 12 കോടിയോളമാണ് നേടിയിരിക്കുന്നത്. മികച്ച ഒരു കളക്ഷനോടെ മുന്നോട്ട് കുതിക്കുന്ന ചിത്രം മൂന്നാം ദിവസം അതിന് മുകളിൽ നേടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിവിൻ പോളി ഫാൻസ് കൂടെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഒരു പ്രചോദനമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഏറ്റവും ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു സർവമായ ഇന്ന് ബോക്സ് ഓഫീസിൽ അരങ്ങ് തകർക്കുന്ന കാഴ്ച തന്നെയാണ്. 300-ന് മുകളിലുള്ള ഷോകൾ ആഡ് ചെയ്തിരിക്കുന്നു. ഇന്ന് 1400ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ്. അതായത് 1000-ൽ താഴെ ഷോകൾ തുടങ്ങിയ ചിത്രം ഇന്ന് 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നുള്ളതിന് സംശയമില്ല. രാത്രി 12 മണിക്കുള്ള ഷോയ്ക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സിനിമ ഹൗസ് അല്ലെങ്കിൽ ആവുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതായത് എക്സ്ട്രാ ഷോ ആഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഫാമിലിയായിട്ട് ഒന്നും കൂടെ അല്ലെങ്കിൽ ഒരിക്കൽ പോകാൻ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് എല്ലാവർക്കും അനുഭവപ്പെടുന്നത് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഇരട്ടി വേഗത്തിലാണ് കളക്ഷൻ വരുന്നത്. മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോഴും സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതുവരെ സിനിമയുടേതായി 2,44,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. അത് നിവിൻ പോളിയുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. നമുക്കറിയാം ഇവിടെ ഒരു 100 കോടിയുടെ ആദ്യത്തെ മണമടിപ്പിച്ചതും പ്രേമം എന്ന ചിത്രത്തിലൂടെ നിവിൻ പോളി തന്നെയായിരുന്നു. വീണ്ടും നിവിൻ പോളി എത്രത്തോളം ജനങ്ങൾ മിസ്സായിരുന്നു കഴിഞ്ഞ 7 വർഷം എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. ഇന്ന് ഇതിനോടകം തന്നെ ഏകദേശം 800-900-ത്തിനടുത്തുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 42ഓളം ഹൗസ്ഫുൾ ഷോകളെന്ന് അവർ പറയുന്നു. അതായത് ഇന്ന് ഈ ഒരു സിനിമ അമ്മാതിരി റെക്കോർഡ് തൂക്കുകയാണ്. മൂന്നാം ദിനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സിനിമ ഏകദേശം 15 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളത്. അതായത് 3 ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 35-36 കോടിയാണ്. അതായത് 4-ാം ദിനം കൊണ്ട് സിനിമ 50 കോടി തൂക്കുകയും ഏകദേശം 7 ദിനം അല്ലെങ്കിൽ 8 ദിനം കൊണ്ട് 100 കോടി തൂക്കുകയും ചെയ്യുമെന്നുള്ളത് സംശയമില്ലാതെ തന്നെ പറയാം. അത്രത്തോളം ജനങ്ങൾ ഹൃദയത്തിലേറ്റിയിരിക്കുകയാണ്. വേറെ സ്റ്റാർ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല. നിവിൻ പോളി ഒന്ന് നോക്കിയാൽ മതി, മലയാളികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. എന്തായാലും 1400-ന് മുകളിലുള്ള ഷോകൾ കേരളത്തിൽ തന്നെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടിയും കടന്ന് ഇന്നത്തോടെ 1.5 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് അടിച്ച് പൊളിച്ച് കയറി വരികയാണ്. അപ്പോൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഒന്ന് പറയാം. എന്താണെങ്കിലും ആദ്യ ദിനം കേരളത്തിൽ നിന്ന് 3.5 കോടിയാണെങ്കിൽ അത് 4-ാം ദിവസമായി കഴിഞ്ഞപ്പോൾ 3-ാം ദിവസമായപ്പോൾ 5 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. GCCയിലും എല്ലാം അതിഗംഭീര കൊയ്ത്ത് തന്നെയാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലികളുടെ സ്വന്തം ഇന്ദൂട്ടി എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതുവരെ സിനിമ കാണാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. നല്ല ഒരു രസകരമായ ഒരു പടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഒരു നെഗറ്റീവും ഇല്ലാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ പോസിറ്റീവ് പറഞ്ഞിരിക്കുന്ന ചിത്രമാണ്. വീഡിയോസ് ഇഷ്ടമായ